சி ஜோசப் விஜய் எனும் நான் ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വീഡിയോ എടുക്കാനിരുന്നിട്ട് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്ത് പറയണം, എന്തൊക്കെ പറയണം എന്നറിയാതെ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒക്കെ ഒരു ഹൈ കയറിയിട്ട് നമ്മൾ ഒരു ഫുള്ള് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്തൊക്കെയായി നടക്കണേന്ന് പറഞ്ഞിട്ട് ഈ രോമാഞ്ചിഫിക്കേഷൻ അറ്റ് ഇറ്റ്സ് പീക്കിൽ നിന്നിട്ട് നമ്മൾ ഫുള്ള് സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലാണിത്. കാര്യം ഞാൻ രാവിലെ തൊട്ട് ടി വിയിൽ വിജയുടെ ഈ പറയുന്ന സത്യപ്രതിജ്ഞ നടത്തുന്ന ആ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കണ്ണ് വരെ നിറഞ്ഞു പോവുക. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഒരു ആക്ടറിന്റെ ഫാൻ ആണ് എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നത്. സീരിയസ്ലി, എന്താണ് ഇത് അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയും ഒരു എന്താ പറയാ, ഒരു പീക്ക് ലെവൽ രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറയുമല്ലോ, അതായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് ഇത് ഞാൻ മാത്രമല്ല, അവിടെ അടുത്തിരുന്ന രാഹുൽ ഗാന്ധി ഒക്കെ ഇരുന്നിട്ട് ഇത് ഏതടാ ഇവൻ, എന്തുവാടാ ഈ നടക്കുന്നതെന്ന് അറിയാതെ രാഹുൽ ഗാന്ധി വരെ വണ്ടടിച്ചിരിക്കുകയാണ്. കാര്യം ചുറ്റും നോക്കുമ്പോൾ ജോസഫ് വിജയ് നാൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അത് തുടങ്ങുമ്പോഴത്തേക്കിന് ഓഡിയൻസ് എല്ലാം കൂടെ ഒന്ന് എന്നെ ഹൈ ആണ് ഇത് കയറിക്കൊണ്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി വരെ വണ്ടടിച്ചിരിക്കുകയായിരുന്നേ. ഇത് നിങ്ങൾ നോക്കിയോ, ഗവർണർ ഒപ്പിട്ട് കൊടുത്തേക്കുന്ന സാധനമാണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഗവർണർ ഓഫ് തമിഴ്നാട്, ഹിയർ ബൈ അപ്പോയിന്റ് തിരു സി ജോസഫ് വിജയ് as the ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് അണ്ടർ ആർട്ടിക്കിൾ 164 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മുതല കൊടുക്കാനെ കൊണ്ട് ഇങ്ങനെ എന്നെ ടാസ്ക് ഇറങ്ങിയെന്നറിയോ. ആൻഡ് ഇതും വാങ്ങിച്ചുകൊണ്ട് വിജയ് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് മോനെ. എടാ എന്താണ് ഇതിന് പറയേണ്ടത്? വിജയ് സിനിമകളിലൊക്കെ നമുക്ക് ഹൈ തന്നേക്കുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് റിയൽ ലൈഫിൽ തരികയെന്ന് പറയുമ്പോൾ പലരുടെയും ജീവിതങ്ങൾ സിനിമയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമ തന്നെ ജീവിതമാക്കി മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഓറ നീഡ്സ് ദിസ് മാൻ. ഓക്കെ, സാധാരണ ഓരോ ആളുകൾക്ക് ഉള്ള ഒരു ഓറയുണ്ട്, പക്ഷേ ഓറയ്ക്കാണ് സത്യം പറഞ്ഞാൽ CM ജോസഫ് വിജയിന് ആവശ്യമുള്ളത്. സീരിയസ്ലി, എന്താണെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ദ മോസ്റ്റ് ഹാൻസം CM-ന്റെ ആ ഒരു സത്യപ്രതിജ്ഞ നമുക്കൊന്ന് കേൾക്കാം സുഹൃത്തുക്കളെ. சி ஜோசப் விஜய் எனும் நான் ഇതിങ്ങനല്ല സുഹൃത്തുക്കളെ. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, റിയൽ ലൈഫിൽ അത് കാണാൻ പറ്റി നമുക്ക് എന്താണെങ്കിലും. சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். சி ஜோசப் விஜய் எனும் நான் தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
രാഹുൽ ഗാന്ധിയൊക്കെ പുള്ളിയുടെ ജന്മത്തിൽ ഇത്രയും വലിയൊരു ക്രൗഡിനെ, ഇത്രയും ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ വേറെ രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ലൈവായിട്ട് പുള്ളി തന്നെ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുക. ലാസ്റ്റ് വിജയുടെ ഒപ്പം നിന്നിട്ട് കൈ പൊക്കി കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി നോക്കിയിട്ട് ഇടക്കൂടെ കയറുന്നെങ്കിൽ ഞാനും ഒക്കെ കയറട്ടെ എന്നുള്ള, എനിക്കൂടെ കിട്ടുമെങ്കിൽ കുറച്ച് ജൈവിളികൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞയിലും ആവേശം ചേർത്ത് വിജയ് തിരുത്തി വായിച്ച് ഗവർണർ എന്നും പറഞ്ഞുകൊണ്ട് മനോരമ ന്യൂസ് കൊടുത്തേക്കാണ്. എടാ നിങ്ങൾ എന്തോന്ന് മറ്റേ ChatGPT നോക്കിയിട്ടാണോ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ പടച്ചു വീഴുന്നത്? ഈ ഭരണഘടനാ നിയമാവലി അനുസരിച്ച് 2 സത്യപ്രതിജ്ഞ വാചകങ്ങളാണ് ഉള്ളത്. ഓത്ത് ഓഫ് ഓഫീസ്, ഓത്ത് ഓഫ് സീക്രസി എന്ന് പറയുന്ന 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഉടനെ മനോരമ ന്യൂസ് കൊടുത്തേക്കാണ് തിരുത്തി വായിപ്പിച്ച് ഗവർണർ എന്നും പറഞ്ഞുകൊണ്ട്. എന്തോന്നിടേ ഇത്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആൻഡ് ഇതിനകത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ നാക്കൊക്കെ ഒന്ന് സ്ലിപ്പായി പോകുന്നുണ്ടാവും. മറ്റൊന്നും കൊണ്ടല്ല, ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു ഹൈ ഇങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനിയും തമിഴ്നാട് നമ്മുടെ ജോസഫ് വിജയ് CM ആയതിനു ശേഷം ഇനി നടക്കാൻ പോകുന്ന അവരുടെ വാഗ്ദാനങ്ങൾ, ഇത് നടത്തും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ വാഗ്ദാനങ്ങളായിട്ട് തന്നിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അത് ഉറപ്പായിട്ടും നിങ്ങൾ ഇത്രയും ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുകളിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്പീച്ചിനകത്ത് പറയുന്നുണ്ടായിരുന്നേ. ഇനി വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2500 മന്ത്ലി സപ്പോർട്ട് ഫോർ വുമൺ ഹെഡ്സ് ഓഫ് ഹൗസ് ഹോൾഡ്സ് ബിലോ 60 years, 6 free LPG cylinders every year for every family, 1 sovereign of gold plus silk saree for marriage support, interest free loans for women self-help groups, 4000 monthly support unemployment allowance for jobless graduates above 29 years, free residential schools will be set up to provide quality education, students get up to 20 lakh loan interest free and collateral free education loans, drug free, a strong and complete crackdown on drugs in Tamil Nadu, 25 lakh health insurance coverage for every family, 2500 monthly support for unemployed diploma holders, 50 lakh job opportunities will be created for the youth, complete loan waiver farmers owing less than 5 acres, 200 unit of free electricity every month for every family, minimum support price of 4500 per ton for sugarcane and farmer friendly procurement, strong MSME support, more jobs, more growth, a stronger Tamil Nadu, world class treatment, access to advanced and quality healthcare, drinking water pipeline to all households, tax free electricity for 5 years for MSMEs, പിന്നെ സ്ത്രീകൾക്ക് സാനിറ്ററി പാഡ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുക, സെപ്പറേറ്റ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പുള്ളി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് ഇതിനകത്ത് ഒരിക്കലും നിങ്ങളുടെ പൈസയിൽ നിന്നല്ല ഞാനിത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുള്ളി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. ആൻഡ് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ് ഇത്. കാര്യം ആ ഒരു കോസ്റ്റ്യൂം തന്നെ വിജയുടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ എല്ലാവരും കതറും വെള്ളയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കിന് പുള്ളി അവിടെ ഒരു കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത് അത് തന്നെ വലിയൊരു ചേഞ്ച് ആണ്. സാധാരണ ഈ ഒരു രാഷ്ട്രത്തിലൂടെ ആൾക്കാർ വരുന്ന കുറെ പൈസ ഉണ്ടാക്കണം, ഫെയിം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് വന്നേക്കുന്നത്? ഇവിടെ പുള്ളിക്ക് ആവശ്യത്തിലധികം ഫെയിം എന്നുള്ളത് എന്താ പറയാ, അത്രത്തോളം ഉള്ളൊരു മനുഷ്യൻ അല്ലേ. മാത്രമല്ല അത്രത്തോളം ആസ്തിയുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആവശ്യം എന്താണ് അല്ലെ? അപ്പം ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ആ ഒരു സാധനം കൊണ്ടല്ലേ. അപ്പം അതിനകത്താണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പുറത്തുനിന്നൊക്കെ ഇല്ല പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ 2 വർഷത്തെ ഇതിന്റെ മാത്രമല്ല, കഴിഞ്ഞ വെള്ളം പറഞ്ഞു 2 വർഷം മുമ്പ് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു പിന്നീട് ഇവിടെ വന്ന് ജയിക്കുന്നു പറയുമ്പോൾ അതിനു മുന്നേ തന്നെ എത്രയോ നാളായിട്ട് വിജയ് ജനങ്ങൾക്കിടയിൽ സജീവമായിട്ട് ഈ ഒരു ഫാൻസ് ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരുപാട് വെൽഫെയർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പിന്നീട് ഒരു രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഓറ നീഡ്സ് ദിസ് മാൻ, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഈ ഒരു വിജയുടെ സ്റ്റോറി സിനിമയാക്കാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വിജയുടെ ജീവിതം സിനിമയാക്കുന്നു. അക്ഷയ് കുമാർ വിജയ് വേഷത്തിൽ നിന്നും പറഞ്ഞുണ്ട്, ഖിലാഡിക്ക തളപതി എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ അക്ഷയ് കുമാർ ഈ ഒരു വേഷം ചെയ്യുന്നുണ്ടാവുക. എന്താണെങ്കിലും ഇതിന് ശേഷം വിജയ് ജനങ്ങളുടെ അടുത്ത് പറയുന്ന അടുത്തൊരു സ്പീച്ച് കൂടെ ഉണ്ട്, നമുക്കിനി അതുകൂടെ ഒന്ന് കേൾക്കാം. சினிமாவில் எப்படியாவது கஷ்டப்பட்டு வெற்றி அடையணும்னு இருந்த ஒரு சாதாரண அசிஸ்டன்ட் டைரக்டருக்கு பிறந்த ஒரு பிள்ளையா எனக்கும் வாழ்க்கையில வறுமைனா என்னன்னு எனக்கு நல்லாவே தெரியும், பசினா என்னன்னு எனக்கு நல்லாவே தெரியும். பெரிய மன்னர் பரம்பரையில இருந்தெல்லாம் வந்துடல.
உங்களை மாதிரி தான், உங்கள ஒருத்த மாதிரி தான், உங்க குடும்பத்துல ஒருத்த மாதிரி தான், உங்க புள்ள மாதிரி தான், உங்க மகன் மாதிரி தான், உங்க அண்ணன் மாதிரி தான், உங்க தம்பி மாதிரி தான். அப்படிதான் நான் உணர்றேன். நீங்களும் என்ன அப்படி நினைச்சதுனாலதான் சினிமாவில் எனக்கு ஒரு மிகப்பெரிய ஒரு இடத்த ஒண்ணு கொடுத்தீங்க. அதையெல்லாம் விட்டுட்டு உங்களுக்காக நன்றி கடன் செலுத்துறதுக்காக அரசியலுக்கு வந்த உங்க விஜய, இந்த விஜய, நீ வா விஜய், நாங்களா இருக்கோம், பாத்துக்கிறோம். விஜய் தம்பி நீ வா, நாங்க இருக்கோம். விஜய் தம்பி நீ வா, நாங்க இருக்கோம். அண்ணா நீ வாடா, நாங்களா இருக்கோம். நண்பா நீ வா நண்பா, நாங்களா இருக்கோம் சொல்லி அவ்வளவு அன்பா, அவ்வளவு உறவா என்ன ஏத்துக்கிட்டீங்க. இந்த நேரத்தில் இதை நான் சொல்லணும். இந்த டிராவல்ல, இந்த ப்ராசஸ்ல எனக்கு எவ்வளவோ கஷ்டங்கள், எனக்கு எவ்வளவோ இந்த அவமானப்படுத்தினதெல்லாம் ஒரு பக்கம் இருந்தாலும், எனக்காக கூட நின்ன உங்களுக்கும் அதே மாதிரி கஷ்டங்கள், அதே மாதிரி அவமானங்கள், அதையெல்லாம் நீங்க பெருசா எடுத்துக்காம, அதையெல்லாம் நீங்க பொருட்டாவே எடுத்துக்காம, என்னோட வலிகளை, என்னோட வேதனைகளை உங்களோட தான் நினைச்சு என் கூடவே நின்னு இன்னைக்கு சி ஜோசப் விஜய் எனும் நான் എന്തുവാടാ ഇത്? സി ജോസഫ് വിജയ് എന്നും ഞാൻ എന്ന് പറയുമ്പോ ഇതെന്തോന്ന്, കടല, ജനങ്ങള് കടലായി മാറുന്ന അത്രയും വലിയ സൗണ്ട്. உண்மையாக்கி இருக்கிறீங்க. உண்மையிலே எனக்கு என்ன சொல்றதுன்னு எனக்கு தெரியல. என்னுடைய உறவுகளே, என்னுடைய சொந்தங்களே, நான் ஒன்றும் தேவ தூதன்லாம் கிடையாது. நானும் ஒரு இயல்பான ஒரு வாழ்க்கை வாழ்ற ஒரு சாதாரணமான மனுஷன்தான். நான் முன்னாடியே சொன்ன மாதிரி அது செய்வேன் இது செய்வேன்னு பொய்யான வாக்குறுதிகள்லாம் கொடுத்தவங்கள நான் ஏமாத்த மாட்டேன். எது சாத்தியமோ அது மட்டும்தான் நான் செய்வேன். இம்மிடியட்டா உங்க மனசுல ஒரு கேள்வி ஒண்ணு வரலாம், அப்ப சாத்தியம் இல்லாததை செய்ய மாட்டாங்களா, செய்ய முடியாதா அப்படின்ற ஒரு கேள்வி ஒண்ணு வரலாம். இத்தனை கோடி மக்கள் என் கூட இருக்கும் போது எது வந்தாலும் பாத்துக்கலாம், என்ன வந்தாலும் பாத்துக்கலாம் அப்படின்ற அந்த கான்பிடன்ஸ் என் மனசுல இருக்கு. இன்னொரு விஷயமும் நான் இங்க சொல்லணும். இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இருக்கிற அந்த நிலைமையை பத்தி நான் உங்ககிட்ட நான் சொல்லணும். கிட்டத்தட்ட 10 லட்சம் கோடிக்கு மேல கடன் வாங்கி வச்சுட்டு போயிருக்கிற இன்னைக்கு அந்த தமிழ்நாடு அரசு இருக்கிறப்போ, கஜானாவை சுத்தமா தொடச்சி வலிச்சு வச்சுட்டு போயிருக்கிறப்போ, தூக்க முடியாத சுமையை ஏத்தி வச்சுட்டு போயிருக்கிறப்போ, அப்படிப்பட்ட ஒரு நிலைமையில தான் இந்த பொறுப்பை நம்ம கையில் എടുത്തിരിக்கிறோം. അതാണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് പുള്ളി ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം 10 ലക്ഷം കോടിയുടെ ഒരു കാലിയാക്കി വെച്ചിട്ട് അത്ര ഒരു ഇതിൽ നിന്നിട്ടാണ് ഈ പുള്ളി ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്ന, ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ നമ്മൾ ഇപ്പോഴും കസേര കിടന്ന് ഇവിടെ അടിമഴകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വേണ്ട, സെപ്പറേറ്റ് ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാം, ബാക്കി കേൾക്കാം. உடனே நீங்க நினைக்கலாம், என்னடா இவர் ஏதோ பொறி வச்சு பேசுறாரா அப்படின்ட்டு. அப்படியெல்லாம் எதுவுமே கிடையாது. உள்ள போய் பார்த்தாதான் தெரியும் எது எந்த நிலைமையில இருக்குன்னு, என்ன இருக்கு என்ன இல்ல, எது எந்த நிலைமையில இருக்கு எது எந்த நிலைமையில இல்ல. சோ அதையெல்லாம் பார்த்துட்டு உங்களுக்கு ஒரு வெள்ளை அறிக்கையா அது வெளியிடணும்னு நான் நினைக்கிறேன். ஒரு டிரான்ஸ்பரண்டான ஒரு கவர்மெண்டா, அதாவது இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இந்த நிலைமையில தான் இருக்கு அப்படின்றத உங்ககிட்ட சொல்லிட்டு I just want to take it forward from there.
ഈ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ലക്കിയാണ്. കാര്യം നമ്മുടെ ഗവൺമെന്റിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഈ ഗവൺമെന്റ് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ തമ്മിൽ, സാധാരണ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റിന് വേണ്ടിയിട്ട് ഒരുത്തിന്റെ ഫ്ലെക്സ് കയറുന്ന മറ്റേ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോകുന്നു, ശയന പ്രദക്ഷിണം നടത്തുന്നു. എന്തൊക്കെ കോമഡി പീസുകളാണ്. കണ്ട് പഠിക്കട്ടെ. ദ മോസ്റ്റ് ഹാൻസം CM ഇന്ത്യയിലെ ഇതുവരെ കണ്ടിട്ടുള്ളതിലെ വെച്ച് ഏറ്റവും ഹാൻസം ആയിട്ട് ഒരു CM-നാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. முதல்ல செய்யணும்னு நினைக்கிறேன். தமிழ்நாட்டை பொறுத்த வரைக்கும் இப்போ யாரையாவது போய் ஏதாவது சந்திக்கணும் அப்படின்னா இந்த மூஞ்ச மூடிக்கிட்டு போய் சந்திக்கிறதோ, என்ன இந்த மறைமுகமா உங்களுக்கு தெரியாம போய் சந்திக்கிறதோ அப்படியெல்லாம் நான் செய்ய மாட்டேன். எதுவா இருந்தாலும் வெளிப்படையாக ஒளிவு மறைவு இல்லாம தான் நான் செய்வேன். இவ்வளவு பெரிய ஒரு பொறுப்பை என் கையில கொடுத்திருக்கிறீங்க. அதே நேரத்தில் எனக்கு கொஞ்சம் அவகாசமும் நீங்க கொடுக்கணும்னு நான் ரிக்வெஸ்ட் பண்ணி கேட்டுக்கிறேன். நான் சொன்னதையெல்லாம் படிப்படியா நிறைவேற்ற நான் ட்ரை பண்ணுவேன், நிறைவேற்றுவேன். அதே நேரத்தில் எனக்கு கொஞ்சம் அவகாசம் கொடுத்தீங்கன்னா எனக்கு கொஞ்சம் உதவியாகவும் ஒத்துழைப்பாகவும் இருக்கும். இது உங்களுடைய ஆட்சி. பெண்கள் பாதுகாப்பை ரொம்ப ஸ்ட்ரிக்டா வச்சிருப்பேன். போதைப் பொருள் கலாச்சாரம் அதை கண்ட்ரோல் பண்றதுக்கு என்னென்ன ஸ்டெப்ஸ் எடுக்கணும், என்னென்ன முயற்சிகள் எடுக்கணும், இன்னிலிருந்தே அதை நான் எடுப்பேன். நம்ம பசங்களை அதுல இருந்து காப்பாற்ற வேண்டியது நம்ம அரசனுடைய பொறுப்பு. அதே மாதிரி சட்டம் ஒழுங்கு எல்லாருக்குமான பாதுகாப்பை நான் உறுதிப்படுத்துவேன். என்ன அவமானப்படுத்துறவங்களாகவே இருந்தாலும், என்ன கஷ்டப்படுத்துறவங்களாகவே இருந்தாலும், அவங்களும் என் மக்கள் தானே. நண்பர்களாக இருந்தாலும் எதிரிகளாக இருந்தாலும் 8 கோடி மக்களும் என். அது மாதிரி இந்த அடிப்படை விஷயங்கள், கல்வி, ரேஷன், மருத்துவம், குடிநீர், சாலை வசதி, பஸ் வசதி, இந்த மாதிரி விஷயங்கள்ல தான் என்னுடைய முழு முதல் கவனம் செலுத்தணும்னு எனக்கு தோணுது. நான் முன்னாடியே சொன்ன மாதிரி மக்கள் பணத்துல இருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்ல. அது உங்களுக்கு நல்லாவே தெரியும். இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். சப்போஸ் யாருக்காவது அப்படி ஒரு எண்ணம் மனசுல இருந்துச்சுன்னா, நம்ம ஜெயிச்சிட்டோம், ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிருங்க. இங்க ஒரே சென்டர் தான், என் தலைமையில் உண்டான சென்டர். இந்த பக்கம் ஒரு சென்டர், இந்த பக்கம் ஒரு பவர் சென்டர், அங்க ஒரு பவர் சென்டர், அதெல்லாம் கிடையவே கிடையாது. இப்பவே சொல்லிடுறேன். பெண்கள், இளைஞர்கள், விவசாயிகள், அரசு ஊழியர்கள், ஆசிரியர்கள், உழைக்கிற மக்கள், மீனவர்கள் எல்லாருமே நம்ம டிவிக்கு அரசுல நல்லா இருப்போம், நல்லா இருப்போம், நல்லா இருப்போம். பிறப்புக்கும் எல்லா உயிர்க்கும் அப்படின்றத நம்ம சமரசம் இல்லாத அடிப்படை கோட்பாடு. சிறுபான்மை சகோதரர்களே, உங்களுக்காக நம்ம டிவிக்கு அரசு கூடவே நிற்கும். உங்களுக்கு அதுல எந்த விதமான சந்தேகமும் வேணாம். இந்து, முஸ்லிம், கிறிஸ்தவர்களுக்கான முகம்தான் இந்த விஜயனுடைய முகம். அதுல 100% நீங்க இந்த விஜயை நம்பலாம். இப்படி ஒரு சூழலை ஏற்படுத்தி கொடுத்த தமிழ்நாட்டு மக்கள், ஒட்டுமொத்த மக்கள், உங்கள் அனைவருக்கும் இந்த நேரத்தில் என்னுடைய நன்றியை தெரிவிச்சு, இன்னொருத்தவங்களுக்கு முக்கியமா நான் நன்றி சொல்லணும். அது இந்த விஜய் மாமாவோட குட்டி நண்பா, நண்பி. அவங்களாலதான் இது நடந்திருக்கு. உங்களுக்கு எப்படி நன்றி கடன் செய்யணும்? உங்களுக்காக உங்க ஃபியூச்சரை மைண்ட்ல வச்சுக்கிட்டு எல்லா நல்ல விஷயங்களையும் உங்களுக்காக இந்த விஜய் மாமா செஞ்சு கொடுப்பான். கான்பிடண்டா இருங்க. அதே மாதிரி இன்னொருத்தவங்களுக்கும் நான் முக்கியமா நன்றி சொல்லணும். உங்களை எப்படி நான் மறப்பேன்? நீங்க தான் என்னோட உயிராச்சு. தமிழக வெற்றி கழக தோழர்களே, உண்மையில சொல்லணும்னா நீங்க இல்லைன்னா எதுவுமே இல்லை. என்னோட கழக தோழர்களுக்கும் கழக நிர்வாகிகளுக்கும்
வாக்கு சாவடி முகவர்களுக்கும், மை டியர் வர்ச்சுவல் வாரியர்ஸ், உங்கள் அனைவருக்கும் கோடான கோடி நன்றிகள். வாங்க எல்லாருமா சேர்ந்து ஒரு ஃப்ரெஷ் கவர்னன்ஸ், ஒரு நியூ கவர்னன்ஸ் ஒன்னு கொடுப்போம். This is a new beginning. A new era of a real secular social justice starts now. மக்கள் நலன்களை மட்டுமே லட்சியமாக கொண்ட நமது அரசுக்கு பக்கபலமாக நின்று ஆதரவை வழங்கியுள்ள காங்கிரஸ் பேரியக்கத்தின் தலைவர் மதிப்புக்குரிய திரு மல்லிகார்ஜுன் கார்கே அவர்களே, பாராளுமன்ற எதிர்க்கட்சி தலைவர் மதிப்புக்குரிய மை பிரதர் திரு ராகுல் காந்தி அவர்கள், காங்கிரஸ் கட்சியின் பொதுச் செயலாளர் மதிப்புக்குரிய திரு கே.சி. வேணுகோபால் அவர்கள், தமிழ்நாடு காங்கிரஸ் தலைவர் மதிப்புக்குரிய திரு செல்வ பெருந்தகை அவர்கள், என்னுடைய நண்பர் பிரவீன் சக்கரவர்த்தி அவர்கள், சிபிஐஎம் கட்சியின் தேசிய பொதுச் செயலாளர் மதிப்புக்குரிய தோழர் திரு M.A. பேபி அவர்கள், மாநில செயலாளர் மதிப்புக்குரிய தோழர் திரு பி. சண்முகம் அவர்கள், அரசியல் தலைமை குழு உறுப்பினர் மதிப்புக்குரிய தோழர் திரு கே. பாலகிருஷ்ணன் அவர்கள், பாராளுமன்ற உறுப்பினர் மதிப்புக்குரிய தோழர் திரு சு. வெங்கடேசன் அவர்கள், நமது அரசுக்கு ஆதரவு வழங்கியுள்ள விடுதலை சிறுத்தைகள் தலைவர் மதிப்பிற்குரிய அண்ணன் திரு திருமாவளவன் MP அவர்கள், நாடாளுமன்ற உறுப்பினர் மதிப்புக்குரிய திரு ரவிக்குமார் அவர்கள், சட்டமன்ற குழு தலைவர் மதிப்பிற்குரிய திரு வன்னி அரசு அவர்கள், சிபிஐ கட்சியின் தேசிய பொதுச் செயலாளர் மதிப்புக்குரிய தோழர் திரு டி. ராஜா அவர்கள், மாநில செயலாளர் மதிப்புக்குரிய தோழர் திரு M. வீரபாண்டியன் அவர்கள், முன்னாள் தமிழ்நாடு மாநில செயலாளர் மதிப்புக்குரிய தோழர் திரு ரா. முத்தரசன் அவர்கள், இந்திய யூனியன் முஸ்லிம் லீக் கட்சியின் தலைவர் மதிப்புக்குரிய டாக்டர் திரு காதர் மொய்தீன் அவர்கள், நாடாளுமன்ற உறுப்பினர் மதிப்புக்குரிய திரு நவாஸ் கனி அவர்கள், உங்க எல்லாரையும் வருக வருக என்று வரவேற்கிறேன். முக்கியமா இந்த மாதிரி நேரத்துல எனக்காக நீங்க குரல் கொடுத்ததுக்கும், எனக்காக நீங்க சப்போர்ட் பண்ணி கூடவே நின்னதுக்கும் உங்க எல்லாருக்கும் இந்த நேரத்துல என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். கான்பிடண்டா இருங்க, நல்லதே நடக்கும், வெற்றி நிச்சயம். மீண்டும் சந்திக்கும் வரை இல்ல மீண்டும் மீண்டும் சந்திப்போம். നന്ദി വണക്കം. ഇതൊക്കെ കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ആ ഒരു ഇരിപ്പ് കാണുമ്പോഴത്തേക്കിന് സത്യം പറയലും പുള്ളിയൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത്രയും വണ്ടടിച്ചിരിക്കുന്ന ഒരു സുഹൃത്തുക്കള്. സീരിയസ്ലി ഇതൊക്കെ കണ്ടു പഠിക്കട ഇവിടെ ഉള്ള എണ്ണങ്ങളൊക്കെ കണ്ടു പഠിക്കുക. പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇപ്പം അപ്പുറത്ത് തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും കർണാടകയിലാണെങ്കിലും സ്ത്രീകൾക്ക് ഈ ഫ്രീ ബസ്സിൽ യാത്ര ചെയ്യാൻ ഫ്രീ ടിക്കറ്റ് അങ്ങനെ കുറച്ച് പരിപാടികളാണ്. സ്ത്രീകൾക്ക് എപ്പോഴും ഫ്രീ അങ്ങനെ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലടെ നമ്മൾ ഈ ആണുങ്ങളെ തവിട് ഒടിച്ച് വാങ്ങിച്ചാണ്. കാര്യം നമുക്കൊന്നും ഒരു ഫ്രീയും ഇല്ല, ഒന്നുമില്ല. പോട്ടെ, ഞാൻ കുറച്ചുകൂടെ ഒരു ഇതാക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞേക്കുന്ന വാഗ്ദാനത്തിലാണെങ്കിലും എനിക്കൊരു ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്കെന്നുള്ളത് പറഞ്ഞതിനൊപ്പം തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും, അതിൽ പുരുഷന്മാർ ഉൾപ്പെടുമല്ലോ, അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സ്ത്രീകൾക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനം അത് എവിടെ പോയെന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ഒരു കൺസേൺ ആണ്. കാര്യം കൾട്ടി എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീകൾക്ക് മാത്രം ഫ്രീ ആയിട്ട്, അത് മോശമാണെന്നല്ല പറയുന്നത്, നല്ലതാണ്. പക്ഷെ നമ്മൾ പുരുഷന്മാരെ തവിട് കൊടുത്ത് വാങ്ങിച്ചാടെ അത് ഭയങ്കര മോശമല്ലേ? ഒന്നും ഇല്ലേ? നമ്മളെ ആരും ഒന്നും മൈൻഡ് പോലും ചെയ്യണില്ല. ഈ പുരുഷന്മാരെ മൈൻഡ് ചെയ്യുന്നില്ല. അത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. എന്താണെങ്കിലും ഒരു രാവിലെ തന്നെ ഒരു അബ്സല്യൂട്ട് സിനിമ അല്ല, അതുക്കും മേളിലുള്ളൊരു സാധനം ഞാൻ കണ്ടിറങ്ങിയിട്ടിരിക്കുകയാണ്. അത്ര ഫീലാണ് എനിക്ക്. ഇതിൽ കൂടുതൽ എന്താണ് ഇതിൽ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ഹൈ എനിക്ക് നിങ്ങളോട്ട് എത്തിക്കണം എന്നുണ്ടായിരുന്നു. ആൻഡ് പാലക്കാടൊക്കെ ഇതിന്റെ TVKയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം കാണിക്കുന്നു. ആൻഡ് അത് മാത്രമല്ല, വയനാട്ടിലൊക്കെ വിജയുടെ
TVKയുടെ അടുത്തൊരു യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് മുന്നോട്ട്. തൊട്ടപ്പുറത്ത് ഭയങ്കര മാസ് പരിപാടികൾ അപ്പം അപ്പുറത്തെ സൈഡിൽ നടക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് ഫുള്ള് കോമഡി എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. ആൻഡ് വിജയ് ചെയ്ത ഏറ്റവും ഒരു അടിപൊളി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള രാഷ്ട്രീയക്കാർ ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ യൂത്തിനെ ഉണ്ടല്ലോ കൂടുതലും പിടിക്കാനെ കൊണ്ട് നോക്കൂല. യൂത്തിന് വേണ്ടുന്ന കുറച്ച് സംഭവ വികാസങ്ങളുണ്ട്. ആൻഡ് വിജയുടെ PR ചെയ്യുന്ന ആരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ യൂത്താണ് വിജയ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഒരു നടനെന്നതിലുപരി ഒരു പൊളിറ്റിക്കൽ ഇതായിട്ട് വന്നപ്പോഴത്തേക്കിന് യൂത്തിന്റെ കാര്യത്തിൽ പുള്ളി ആ ഒരു കൺസേൺ കാണിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതൊക്കെ തന്നെയാണ് കൂടുതലും പുള്ളിക്ക് ആ ഒരു ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇനി അത് കഴിഞ്ഞുള്ള കുറച്ച് സാധനങ്ങളുണ്ട് പുള്ളിയുടെ ഈ സിനിമയിലെ കൂട്ട് തന്നെ, സർക്കാർ സിനിമയ്ക്കകത്തിലെ കൂട്ട് തന്നെ വോട്ട് ചെയ്യാൻ മാത്രം മസ്കറ്റിൽ നിന്ന് എത്തിയ ഒരു വിജയ് ആരാധകന് അദ്ദേഹം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചത് വെറും ഒരു വോട്ടിന് മാത്രം, അതും നിലവിലെ മന്ത്രിക്കെതിരെ സർക്കാർ സിനിമയിൽ വിജയ് പറഞ്ഞതുപോലെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം കാണുന്ന നമ്മളൊരു സിനിമ റിയൽ ലൈഫിലോട്ട് ആക്കി വെച്ചേക്കുന്ന ഒരു മുതല് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇവിടുത്തെ ഗവൺമെന്റ് ഒക്കെ എന്താണ് എന്തോന്ന് യൂത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആൻഡ് ഇതിനകത്തുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രിമാരയക്കുന്ന ഓരോ ആളുകളും കൂടുതലും ചെറുപ്പക്കാർ, പ്രായം കുറവുള്ള ഈ പറയുന്ന അത്രയും പ്രായമാവാത്ത ആളുകളാണ്. അത് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ഒപ്പം തന്നെ പുതിയൊരു ന്യൂ ബിഗിനിങ്, ന്യൂ ഇറ എന്നൊക്കെ വിജയ് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് വിജയുടെ ആ ഒരു കോസ്റ്റ്യൂം, ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അത് തന്നെയാണ് വലിയൊരു ചേഞ്ച് തന്നത്. സാധാരണ എല്ലാവരും വെള്ളയൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും വിജയ് ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. ആൻഡ് കൂടുതലായിട്ട് ഇതിൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് എന്താണെങ്കിലും ഇത്രയും കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് ഈ അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി, ബൈ.